മക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അതെ, നമ്മുടെ കീം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നാളേക്ക് വരെ നീട്ടിയിട്ടുണ്ട്. അത് 12-ാം തീയതി വരെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ എന്തായാലും പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി എന്തിന് കീം അപ്ലൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറയാൻ പോണത്. കീം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ കീം എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ MBBS ആവാം, പിന്നെ അല്ലെങ്കിൽ MBBS മെഡിക്കൽ സംബന്ധമായ എന്ത് കോഴ്സുകളാവാം. പക്ഷെ എക്സാം നീറ്റ് ആണ്. പക്ഷെ ആ നീറ്റിന്റെ മാർക്ക് എടുത്തിട്ട് ആണ് നമ്മൾ ഇവിടുത്തെ കേരളത്തിലേക്കുള്ള ഈ മെഡിക്കൽ കോളേജുകളും ബാക്കി എല്ലാ ഈ മെഡിക്കൽ സംബന്ധമായ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ഈ നീറ്റിന്റെ സ്കോർ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ B.Pharm കോഴ്സുകൾ, ആർക്കിടെക്ചർ കോഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോഴ്സ്, B.Pharm കോഴ്സ്, ഇതിനൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കീം എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇതിന് എക്സാം ശരിക്കും നടത്താം. കീം മെയിൻലി എക്സാം ആയിട്ട് നടത്തുന്നത് നമ്മൾ ഈ എഞ്ചിനീയറിംഗിനും B.Pharmനും വേണ്ടിയിട്ടാണ് ഇതിന്റെ എക്സാം നടത്തുന്നത്. അത് ഓൺലൈനാണ് എക്സാം വരുന്നത്. ഏപ്രിൽ മാസത്തിലാണ് എക്സാം വരിക. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കീമിന്റെ എൻട്രൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ +2-ത്തെ മാർക്കിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്കും അതുപോലെ തന്നെ കീമിന്റെ മാർക്ക് കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മുടെ എന്തെടുക്കുക, നമ്മുടെ ഇതിന്റെ കീമിന്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുക. ഈ റാങ്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് B.Pharmനും അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക. ഈ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി ഇതിൽ എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കീമിന്റെ എക്സാം ബേസ് ചെയ്തിട്ട് അതിന്റെ എക്സാം നടത്തിയത് മെയിൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന് നമുക്ക് മെയിൻലി ഉള്ളത് ഗവൺമെന്റ് കോളേജുകളുണ്ട്, പിന്നെ അർദ്ധ ഗവൺമെന്റ് കോളേജുകളുണ്ട്, പിന്നെ എയ്ഡഡ് കോളേജുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പൊ ഈ പിന്നെ ഓട്ടോണമസ് കോളേജുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ കീം എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടുണ്ടാവണം. എഴുതാൻ മാത്രമല്ല ക്വാളിഫൈ ആവും വേണം. ഗവൺമെന്റ് കോളേജിൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് കിട്ടും. ഇനി അതല്ല, നമുക്കൊരു പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിൽ സീറ്റ് കിട്ടണമെങ്കിലും നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ കീമിന്റെ എക്സാം എഴുതണം. പ്രൈവറ്റ് കോളേജുകളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ഒരു 60 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു 30 സീറ്റ് മാനേജ്മെന്റ് സീറ്റും 30 സീറ്റ് മെറിറ്റ് സീറ്റും അത് ഗവൺമെന്റിന്റെ ഫില്ല് ചെയ്യണ സീറ്റും, പിന്നെ ഒരു 21 സീറ്റ് നമുക്ക് നമ്മുടെ മാനേജ്മെന്റ് സീറ്റും, ബാക്കി ഒരു 9 സീറ്റ് NRI സീറ്റാണ്. ഈ 9 സീറ്റ് NRI സീറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ കീം എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഇത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ NRI സീറ്റ് ആയിരിക്കും കിട്ടുക. അത് വളരെ ഹൈ ഫീസ് ആയിരിക്കും ഓരോ പ്രൈവറ്റ് കോളേജുകളും ഈടാക്കുക. ഓക്കെ അല്ലേ? ഇനി നല്ലപോലെ നമ്മൾ പഠിച്ച് നല്ല റാങ്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടും. ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടുമ്പോൾ ഫീസ് വളരെ നിസ്സാരമായുള്ള ഫീസുകൾ നമുക്ക് വരുള്ളൂ. ഒരു 15,000 ഒക്കെ താഴെ ആയിരിക്കും നമ്മുടെ ഒരു വാർഷിക ഫീസ് ഒക്കെ വരുള്ളൂ. പക്ഷെ ഒരു പ്രൈവറ്റ് കോളേജിലേക്കാണ് സീറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫീസ് ചിലപ്പോൾ ഒരു 1 lakh to 2 lakhന്റെ ഇടയിലൊക്കെ ഇയർലി നമുക്ക് വേരി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ല? അപ്പോൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വൃത്തിക്കിരുത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ തന്നെ നമുക്ക് സീറ്റ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സിലബസ് നമ്മുടെ +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഇതിന്റെ സിലബസ്. NCERT സിലബസ് തന്നെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് സിലബസ്. അപ്പൊ വൃത്തിക്ക് ഒരു മാസം +2 എക്സാം കഴിഞ്ഞിട്ട് വൃത്തിക്ക് ഒരു മാസം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ കീം എന്നൊരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമുക്ക് എന്തെങ്കിലും സംവരണമുള്ള കുട്ടികളാണ് വിചാരിക്കുക. അതായത് ഇപ്പോൾ SC/ST കാറ്റഗറി അല്ലെങ്കിൽ OEC കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും രീതികളിലൊക്കെ സംവരണമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫീസ് ഇല്ലാണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ ഈ സാധനം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ, കീം എന്ന് പറഞ്ഞ എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. എല്ലാ ഫീസും ഗവൺമെന്റ് അടയ്ക്കും. പിന്നെ മാത്രമല്ല നമുക്കൊരു സ്റ്റൈപ്പൻഡും കിട്ടും. നമുക്കൊരു 3-4 മാസം കൂടുമ്പോൾ ചെറിയൊരു സ്റ്റൈപ്പൻഡ് അടക്കം ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ ഇത്തരം അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എല്ലാവരും ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇന്നും നാളെയുമായിട്ട് എന്തായാലും അക്ഷയ കേന്ദ്രം വഴിയോ എന്തായാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെ ബൈ ടാ.